മകൾ രാധ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്, അവിവാഹിതയാണ്. മകൻ രജീന്ദ്രൻ SSLC പാസ്സായി ബോംബെയിൽ നേവൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഗൾഫിൽ പോയി. മിലിറ്ററിയിൽ 20 കൊല്ലം ജോലി ചെയ്ത് തിരിച്ചു വന്നു. ഈ കാലത്തിനുള്ളിൽ കുറെ കോഴ്സുകൾ സമ്പാദിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു മാളികപ്പുരയും പണി കഴിച്ചു. രജീന്ദ്രൻ കൊടുങ്ങല്ലൂർ താലൂക്ക് പടിഞ്ഞാട്ടവെമ്പല്ലൂർ താഴൂർ കുട്ടൻ മാസ്റ്ററുടെ മകൾ രമയെ വിവാഹം കഴിച്ചു. രമ BSc പാസ്സായി B.Ed പാസ്സായി ഹിന്ദു UP സ്കൂളിൽ അധ്യാപകയായി ഉദ്യോഗത്തിൽ വിരമിച്ചു. രജീന്ദ്രന്റെ ഗുരുവായൂർ പണമിടപാട് സ്ഥാപനത്തിൽ വരുന്നു. ഇവർക്ക് 2 പുത്രിമാരും 1 പുത്രനും ജനിച്ചു. പുത്രിമാരിൽ മൂത്ത മകൾ റോഷിമ BSc പാസ്സായി വിവാഹിതരായ. രണ്ടാമത്തെ മകൾ രാമലിയ MSc BA പാസ്സായി വിവാഹം ചെയ്തു കൊടുത്തു. മകൻ രഞ്ജിത്ത് MBA പാസ്സായി ജോലി ചെയ്യുന്നു. പാറൻകുട്ടിയുടെ 5ാമത്തെയും പുത്രൻ ഉണ്ണിട്രിയും രാമനും അവിവാഹിതരായി മരിച്ചുപോയി. ഉണ്ണിട്രി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുറച്ചുകാലം കരസേനയിലും പിന്നീട് ബോംബെയിലും ഒരു കമ്പനിയിലും ജോലിയിൽ നിന്ന് വിരമിച്ചു. മുല്ലശ്ശേരിയിൽ താമസമാക്കി 10 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പാറൻകുട്ടിയുടെ 6ാമത്തെ പുത്രൻ PC കുമരത്ത് വളരെ കാലം സിലോണിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കുന്നംകുളത്തിനടുത്ത് ഞമണങ്ങാട് തറയിൽ ചോയി എന്നവരുടെ മകൾ സുലോചനയെ വിവാഹം കഴിച്ചു. സുലോചന കുറെ കാലം ഹിന്ദു UP സ്കൂളിൽ അധ്യാപകയായിരുന്നു. പാറിന്റെ പുത്രി ഹേമ BA പാസ്സായി. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ലോകമാനേശ്വരം വില്ലേജ് വോളക്കുളത്ത് ഇക്കോരൻ മകൾ മുകുന്ദൻ MAക്ക് വിവാഹം ചെയ്തു കൊടുത്തു. രണ്ടാമത്തെ പുത്രി ഉഷാ ചങ്കരങ്കുമർത്ത് BA B.Ed പാസ്സായി മുല്ലശ്ശേരി ഹിന്ദു UP അധ്യാപകയായി ഉദ്യോഗത്തിൽ നിയമിച്ചു. ഇവരെ ചാവക്കാട് താലൂക്ക് ഏങ്ങണ്ടിയൂർ വില്ലേജ് പനക്കൽ കറുപ്പൻ മകൻ രാജൻ എഞ്ചിനീയർ വിവാഹം ചെയ്തു കൊടുത്തു. രാജൻ മുംബൈ കോർപ്പറേഷനിൽ എഞ്ചിനീയറായി ജോലിയിൽ നിന്നും വിരമിച്ചു. പാറിന്റെ മൂത്ത മകൻ രാധാകൃഷ്ണൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് PhD പാസ്സായി. അതിനുശേഷം വിദേശത്ത് 22 കൊല്ലം ജോലി ചെയ്ത് രാധാകൃഷ്ണൻ ഇപ്പോൾ വിയ്യൂരിൽ കോട്ടയ്ക്കൽ ആയുർവേദ ഏജൻസി ജോലി ചെയ്യുന്നു. ഇപ്പോൾ വിയ്യൂരിനടുത്ത് സ്ഥലം വാങ്ങി അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് ഭാര്യാസമേതം താമസിച്ചു. രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ താലൂക്ക് ലോകമാനേശ്വരം വില്ലേജ് കാവല്ലൂർ ഗോവിന്ദന്റെ പുത്രി സുഷമാവിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് വേണുഗോപാലൻ എന്ന ഒരു മകൻ മാത്രം ഉള്ളത്. വേണുഗോപാലൻ ഇപ്പോൾ +2 പാസ്സായി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറിന്റെ 2ാമത്തെ മകൻ ബാലസുബ്രഹ്മണ്യൻ മണി PhD പാസ്സായി ഇപ്പോൾ മദ്രാസിൽ ഫിഷറി ഡിപ്പാർട്ട്മെന്റിൽ സയന്റിസ്റ്റായി ജോലി ചെയ്യുന്നു. ബാലസുബ്രഹ്മണ്യൻ തൃശ്ശൂർ താലൂക്ക് പടിയം വില്ലേജ് ചങ്കടവിൽ കനിയമ്പറമ്പിൽ പുഷ്പാങ്കതിന്റെ പുഷ്പാകത ഡെപ്യൂട്ടി കമ്മീഷണറുടെ മകൾ ബിജിയമ്മയെ വിവാഹം കഴിച്ചു. ഇവർക്ക് ഒരു മകൾ മാത്രമാണുള്ളത്. കിഴക്കിലെ തവഴി ഈ മൂത്ത പുത്രൻ പാറൻകുട്ടിയുടെ 2ാമത്തെ പുത്രൻ ശങ്കരനും കൂടി നീണ്ടൂർ കിട്ടയുടെ സഹോദരി കുഞ്ഞുകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുള്ള വിവരം മേൽപ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് 2ാമത്തെ പുത്രനായ ശങ്കരന് മാത്രം സഹധർമ്മിണിയെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ദമ്പതികൾക്ക് 4 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. മൂത്ത പുത്രൻ രാഘവൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി പോയിട്ടുള്ളതാണ്. 2ാമത്തെ മകൻ കുഞ്ഞീപ്പൻ തലപ്പള്ളി താലൂക്ക് പെരുമ്പില വില്ലേജ് കൊടവമ്പറമ്പിൽ രാമൻ മകൾ പാർവതിയെ വിവാഹം കഴിച്ചു. കുഞ്ഞീപ്പൻ മെട്രിക്കുലേഷൻ SSLC പാസ്സായി കൃഷി കച്ചവടം നടത്തി വന്നു. ഇവർക്ക് 4 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. മൂത്ത മകൻ ശങ്കരൻ തലപ്പള്ളി താലൂക്ക് പെരുമ്പില വില്ലേജ് കൊടവമ്പറമ്പിൽ ഗോവിന്ദന്റെ മകൾ സുശീല മല്ലികയെ വിവാഹം കഴിച്ചു. സുശീല ശങ്കരന്റെ അമ്മുവിന്റെ മകളെ 2 ആൺകൾക്കും 2 പെൺമക്കളും ഉണ്ടായി. മൂത്ത മകൻ കൃഷ്ണപ്രസാദ് BSc പാസ്സായി ശാന്തിനികേതൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണ് ഉണ്ടായത്. 2ാമത്തെ മകൻ ഗിരീഷ് പ്രൈമറി വിദ്യാഭ്യാസം മാത്രം പൂർത്തിയാക്കിയിട്ടുള്ളതും അവിവാഹിതനുമാണ്. മൂത്ത മകൾ സതീരത്നം BA പാസ്സായി കുര്യാക്കോട്ട് രാധാകൃഷ്ണനെ വിവാഹം ചെയ്തു കൊടുത്തു. 2ാമത്തെ മകൾ നിഷ MA പാസ്സായി. ഇവരെ എന്നാമക്കൾ കണ്ണറമ്പിൽ മണികണ്ഠന് വിവാഹം ചെയ്തു കൊടുത്തു.
SSLC പാസ്സായി. അതിനുശേഷം കുറേ കാലം വ്യോമസേനയിലും പിന്നീട് ഹിന്ദു UP സ്കൂൾ, സർക്കാർ സ്കൂളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സജീവ പ്രവർത്തകനുമാണ്. കുറേ കാലം പിങ്കറിംഗ് ഫാർമേഴ്സ് ബാങ്കിലെ പ്രസിഡന്റായിരുന്നു.